ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. വെളിയിൽ നല്ല മഴക്കാറാട്ടോ. മഴയുടെ നല്ല ഒരു ഇതാണ്. അതുകൊണ്ട് രാവിലെ വെള്ളിട്ടിറങ്ങിയപ്പോൾ ഒരു തണുപ്പും ഒക്കെ ആയതുകൊണ്ട് എന്നാണ് ഈ ചൂടിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നതെന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പം മറക്കണ്ട കേട്ടോ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം. എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അതിനകത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. കുക്കിംഗ് വരുന്നുണ്ട്, വീട്ടിലെ മറ്റു വിശേഷങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ എല്ലാം കൂടെ ചേർത്താട്ടോ. അല്ലാതെ ഒരു ഇത് മാത്രമായിട്ടല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ടിപ്സുകളും കാര്യങ്ങളും അങ്ങനെയുള്ളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെയാണ് എൻ്റെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. അങ്ങനെ നമ്മുടെ മഴക്കാലമൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. നല്ല മഴക്കാറാണ് വെളിയിൽ. അപ്പൊ എന്നും നമ്മൾ ഈ ഉപ്പുമാവും പുട്ട്, ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പൂരി ഇതൊക്കെ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ നടന്ന് ഓടുക ഇവിടെ. ഒത്തിരി നാളെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഇച്ചിരി ഉഴുന്ന് ചേർക്കും, നല്ല ടേസ്റ്റാണ്. പിന്നെ സവോളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ അരിഞ്ഞത്. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ചേർക്കും, പക്ഷെ ക്യാരറ്റും ഇല്ല, കറിവേപ്പിലയും ഇല്ല. ഈ രണ്ട് സാധനങ്ങൾ ചേർക്കുന്നില്ല. ബാക്കിയെല്ലാം ചേർത്ത് നമ്മുടെ ഉപ്പുമാവ് സെറ്റാക്കാണ്. അപ്പൊ ഇച്ചിരി തേങ്ങയും കൂടെ ചതപ്പിക്കൊണ്ട് വരട്ടെ. ഉപ്പുമാവിനുള്ള വെള്ളം ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതാകുമ്പോഴത്തേക്ക് നമുക്ക് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വഴറ്റി കഴിയുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഒഴിച്ചാൽ മതിയല്ലോ. താമസം വരുന്നില്ല, അതിനെ പെട്ടെന്ന് പണി തീരും. അപ്പൊ ഞാനൊന്ന് ഉപ്പ് ചേർത്ത് ഉപ്പും കൂടെ ചേർത്തേച്ച് വഴറ്റാൻ ഇട്ടേച്ച്. റവ പിന്നെ നമുക്ക് വറുത്ത റവയാണ് ഇപ്രാവശ്യം മേടിച്ചേക്കുന്നത്, അതുകൊണ്ട് റവ വറുക്കണ്ട. തേങ്ങ ആട്ടിക്കൊണ്ട് വരട്ടെ. തേങ്ങയും ചണ്ടിക്കൊണ്ട് വന്നു. ഇനി ഇതൊന്ന് നല്ലപോലെ വഴറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കും. ഉപ്പുമാവ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ അല്ലേ. ഇവിടെ ഉപ്പുമാവ് അധികം ഇഷ്ടമില്ലാത്ത രണ്ടേ പേരുണ്ട്. ചേട്ടന് വച്ചു. അവർക്ക് രണ്ടുപേർക്കും ഉപ്പുമാവ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ഇന്നലെ പഴം മേടിക്കണമെന്ന് ഓർത്തായിരുന്നേ. പഴം മേടിക്കുന്നത് ഭയങ്കര മഴയായിരുന്നു. ആ മഴയത്ത് തന്നെ രാത്രി ഇനി പോകണ്ടാന്ന് വിചാരിച്ചോണ്ട് വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ രാവിലെ കണ്ണനെ കൊണ്ടുവിടുമ്പോഴത്തേക്ക് പഴം മേടിച്ചോണ്ട് വരാൻ പറ്റും.
ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നുണ്ടല്ലോ, നമ്മൾ ഒത്തിരി നേരം നോക്കി നിൽക്കേണ്ടത്. വെള്ളം ഒഴിച്ചത് തിളച്ച് പപ്പടവും കൂടെ കാച്ചെടുക്കട്ടെ. ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് ഞാൻ ദൂരെ നിന്ന് കാണിച്ചല്ലോ, വെള്ളം ഒഴിച്ചത് കൂടിപ്പോയോ, ഉപ്പുമാവ് ശരിയായോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. സംശയങ്ങളുടെ ആൾക്കാരുണ്ട് കുറേ പേര്. അപ്പം എല്ലാവരും അല്ലാട്ടോ പറഞ്ഞ്, കുറച്ച് പേര്. അപ്പം അവരുടെ സംശയം തീർക്കണ്ടേ, എല്ലാവരും ചോദിക്കും ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് അത് നല്ലതാണല്ലോ എന്ന് കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഉപ്പുമാവൊക്കെ സെറ്റായി ഇനി കഴിക്കാൻ കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പപ്പടം കൂടെ ഒന്ന് കാച്ചെടുക്കട്ടെ. കണ്ണു ഹായ് ഹായിന്ന് ഒരു ഹായ് പറയടേ. ഓ വലിയ ബുദ്ധിമുട്ട്. ഇവൻ്റെയൊക്കെ ജാട കണ്ടാൽ തോന്നുന്നു ഇവനൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളാണ്. കുട എടുത്ത് വെച്ചത്, കുട എടുത്ത് വെച്ചല്ലോ. റോസപ്പൂ ഒക്കെ നിൽക്കുന്ന അല്ല, റോസപ്പൂ ഒക്കെ നിൽക്കുന്നത് പെൺപിള്ളേരൊക്കെ ക്ലാസ്സിൽ കാണുന്നു. അവനതേ നോക്കിയേച്ച് തിരിച്ചു പോന്നു. കണ്ണനെ കൊണ്ടുവിടാനായിട്ട് ചേട്ടൻ പോന്നു. ഇങ്ങോട്ട് വരുവാണോ? എന്നാ പോവും. നമ്മുടെ പനിനീർ റോസയിൽ ഇഷ്ടം പോലെ മുട്ടും പൂവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇന്നാണ്ടായി പൂവ് ഒരു പന്ന പൂവായിരുന്നേ. എനിക്കൊന്ന് ഈ ചൂട് കാരണമായിരുന്നു തോന്നുന്നു. ഇനി ഇതിനകത്തെ കാടൊക്കെ പറിക്കണം. പറിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് കണ്ടോ, ഈ റോസയിൽ മുട്ടിട്ട് വരുന്നുണ്ട്. ഈ റോസയുടെ കമ്പ് പോയെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ. ഇതിന് നല്ല മണമായി പൂവിന്. കമ്പൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടണം. ചാറുന്നുണ്ടോ? ഇത് കണ്ടോ, മാതളത്തിൻ്റെ പൂ ഇത്രയും വരും, വന്നേച്ച് പൊഴിഞ്ഞു പോകും. ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണേ. ഇച്ചിരി തിരക്കായിരുന്നു. അപ്പം സ്കൂളൊക്കെ തുറക്കാറായില്ല, അതുകൊണ്ട് എല്ലാം ഒരു അടുക്കിപ്പെറുക്ക്. സ്കൂൾ അടച്ചാലും ഒരു അടുക്കിപ്പെറുക്ക്, സ്കൂൾ തുറക്കുമ്പോഴും ഒരു അടുക്കിപ്പെറുക്കുള്ളതാണ്. അപ്പം അതിൻ്റെയൊക്കെ പുറകെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞേച്ച് വന്ന് പീര വെക്കാനായിട്ട്. അപ്പം ഇത് നമ്മൾ ഇഞ്ചി ഒന്നും ചേർത്ത് വെക്കുന്ന മീൻ പീരയല്ല കേട്ടോ. ഇത് മുളക് പൊടി, പിന്നെ തേങ്ങായും ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ശകലം മല്ലിപ്പൊടി ചേർത്ത് ചതച്ചെടുക്കും. 2 ചുമന്നുള്ളിയും കൂടി ഇട്ട് ചതച്ചെടുക്കും. ചതച്ചെടുത്തേച്ച് വാളംപുളിയും ചേർത്ത് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഇപ്പോൾ 2 പച്ചമുളകും കൂടി മുറിച്ചിട്ടില്ലേ. ഇത്രയേ ഉള്ളൂ ഈ മീൻ പീരയുടെ പരിപാടി. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മീൻ പീരയാണ്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയല്ലാതെ ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഞാൻ വെക്കും. ഇത് പെട്ടെന്ന് വെക്കാൻ പറ്റിയ മീൻ പീര. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു രസമാണ് എടുക്കുന്നത്. കാന്താരി ഇട്ടെടുക്കുന്നതാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് തവണ വീഡിയോ പറഞ്ഞിട്ടുള്ള പുതിയ ആൾക്കാർക്കൊക്കെ വേണ്ടി മാത്രമാണ്.
കാന്താരി ഇട്ടും തിളപ്പിക്കാം, പിന്നെ പച്ചമുളക് ഇട്ടും തിളപ്പിക്കാം. കാന്താരി ഇട്ട് തിളപ്പിക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പം ഞാൻ അതിനുള്ളതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇപ്പം നമ്മുടെ രസത്തിനുള്ള ഉള്ളിയും മുളകും എല്ലാം അരിഞ്ഞുകൊണ്ട് വന്നേ. വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതിനകത്ത് വേറെ ഒന്നും ചേർക്കത്തില്ല കേട്ടോ. ഉലുവായോ കായമോ ഒന്നും ചേർക്കത്തില്ല. മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് പുളിരസം എന്ന് പറയും. പുളിരസം, പുളി മുളകും എല്ലാം കൂടി ഇട്ട് അങ്ങനെ എടുക്കുന്ന. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് പച്ചമുളകും ചുമന്നുള്ളി തീരെ കനം കുറച്ചല്ല, ഇച്ചിരി വലുതായിട്ട്. ഈ മുളകും ഇച്ചിരി വലിപ്പത്തിലാണ് മുറിക്കുന്നതായിട്ട് കേട്ടോ. ഇതുപോലെ കാന്താരി നമ്മൾ ചേർക്കുന്നെങ്കിൽ ഇപ്പോൾ ഉള്ളി മാത്രം ഇട്ട് വഴറ്റത്തുള്ളേ. കാന്താരി ചതച്ച് ഞെടുപ്പൊന്നും കളയാതെ ചതച്ച് എടുത്ത്, ഭയങ്കരമായിട്ട് ചതച്ചില്ല, ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് എടുത്ത് അത് മാറ്റി വെക്കും. വെച്ച് ഉള്ളി ഇങ്ങനെ എണ്ണയിലിട്ട് വഴറ്റി, അത് ഒത്തിരി അങ്ങ് വഴറ്റത്തില്ല, ഒരു പച്ചപ്പ് മാറുന്നിടം വരെ അങ്ങനെ വഴറ്റിയെടുത്തേച്ച് അതിലേക്ക് നമ്മുടെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമുക്ക് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് അത് ചേർക്കുന്നില്ല കേട്ടോ. ഉള്ളി പച്ചമുളകും എല്ലാം എണ്ണയിലിട്ട് വഴറ്റി അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ വാളംപുളിയാണ്, പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഒന്നും കൂടെ ആ പുളി ഇതിനകത്തിട്ട് ഒന്നും കൂടെ പിഴിഞ്ഞെടുത്താൽ വെള്ളവും കൂടെ ചേർത്താൽ നല്ലപോലെ തിളയ്ക്കുമ്പോഴത്തേക്ക് അതിലേക്ക് കാന്താരി ആണെങ്കിൽ നമ്മൾ അന്നേരം ചേർക്കുന്നത് കേട്ടോ. നല്ലപോലെ ഉപ്പ് അല്ല ഈ പുളിവെള്ളം എല്ലാം കൂടെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കാന്താരി ചതച്ചും കൂടെ ചേർക്കും. ഇതിപ്പോൾ നമ്മൾ എല്ലാം ചേർത്തിട്ടുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഇതിനകത്തോട്ട് ഇനിയിപ്പം ഒന്നും ചേർക്കണം, ഉപ്പും കൂടെ ചേർത്ത് ഇനി നല്ലപോലെ തിളച്ചാൽ മതി. ആ മെഴുക്കോട്ട് വെച്ചിന്നെടുത്ത് വെളി വെക്കാം. ശകലം ഉപ്പിടണം. ഇത്രയും മതി, നല്ലപോലെ തിളച്ചാൽ മതി. മീൻ പീരയും റെഡിയായി. ഞാൻ മീൻ പനിഞ്ഞിലുണ്ടായിരുന്നേ, അതെല്ലാം ഞാൻ ഈ തോരനകത്തോട്ടങ്ങ് ഇട്ടു. ഇവിടെ വറുത്തെടുക്കുന്നവർക്ക് ഇഷ്ടമാണ്. അങ്ങ് പൊട്ടി തെറിക്കുന്നേ, ഭിത്തിയേലും മോന്തയ്ക്കും എല്ലാം അങ്ങ് തെറിക്കും. പിന്നെ അടച്ചു വെച്ച് കഴിഞ്ഞാലോ ആ ആവി വെള്ളം വീഴുമ്പോഴത്തേക്ക് അതിൻ്റെ സൗണ്ട്. അപ്പം നമ്മുടെ മീൻ പീരയും സെറ്റായി. ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഉപ്പ് കുറവാണോ? നല്ലപോലെ ഉപ്പ് ചേർത്ത് എന്നിട്ട് ഒരു ശകലം ഉപ്പ് തോന്നില്ല. ഈ ഉപ്പുപൊടി കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഉപ്പാണേ. ഒരു ശകലം ഇട്ടാൽ മതി. കറിക്കൊക്കെ നമ്മൾ അറിയാതെ ഒരു ഇച്ചിരി കൂടുതലെങ്ങാനും ഇട്ട് പോയെങ്കിൽ ഭയങ്കര ഉപ്പായിട്ട് തോന്നും. അതേസമയം ഇത് തീരാറൊക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ അതിനൊരു ഉപ്പ് കുറവാണ്. ഉപ്പുണ്ട്. അങ്ങനെ അതും റെഡിയായി. ഇനി ശകലം മെഴുക്കുവരട്ടി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നേ, അതും എടുത്തു. നമ്മുടെ രസമൊക്കെ തിളച്ചു. ഇനി അതങ്ങ് ഓഫ് ചെയ്യണം. ഇനി മീനും കൂടെ വറുത്താൽ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങുവാണ്. അതുകൂടെ എടുത്ത് അങ്ങോട്ട് കൊടുത്തേര്. ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ പതിയെ മുറ്റത്തോട്ട് ഇറങ്ങി കേട്ടോ. രാവിലെയും ചെടിച്ചട്ടിക്ക് അതൊക്കെ കാണിച്ചില്ലായിരുന്നു, നിറച്ചും പുല്ലൊക്കെയാണ്. അപ്പോൾ ഒരു മഴ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോണ്ടല്ലോ എവിടെ നിന്നൊക്കെയാണ് ചപ്പ് മുളച്ച് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെയാണ് ചപ്പ് മുളച്ച് വരുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിളുത്ത് വരുമ്പോഴേ നമ്മളങ്ങ് പറിച്ചല്ലെങ്കിൽ പോരും. ഒത്തിരി അങ്ങോട്ട് വളർന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ പറിച്ചാൽ ഭയങ്കര പാടാണ് വരാനായിട്ട്. അന്നേരം ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പുല്ലും അതൊക്കെ നിൽപ്പുണ്ട്. പിന്നെ കുറേ കരിയില, ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നല്ലപോലെ കരിയിലൊക്കെ വീഴുന്നുണ്ട്.
അപ്പം കരിയിലയൊക്കെ ഉണ്ട്, അതും എല്ലാം ഒന്ന് തൂത്ത് വാരി ഞാൻ വൃത്തിയാക്കാം. അപ്പോൾ അച്ചു അടുക്കള പാത്രമൊക്കെ കഴുകി എല്ലാം ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനുള്ള തന്ന അങ്ങ് മുറ്റത്തെ കാടും കൂടെ ഒക്കെ ഒന്ന് പറിച്ച് മുറ്റം എല്ലാം തൂത്തൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ പണി ഇന്നത്തെ അങ്ങ് തീരുവാണ്. അപ്പോൾ അതും കൂടെ അങ്ങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നാമതിപ്പോൾ മഴക്കാറാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, എന്നാൽ ഭയങ്കര ചൂടാണ്. മുറ്റത്തോട്ട് ഇറങ്ങി ഒരു ഇച്ചിരി ജോലി ചെയ്തപ്പോഴത്തേക്കുണ്ടല്ലോ വേർത്ത് കുളിച്ച് അതുപോലെ ചൂടായിരുന്നു. അപ്പോൾ ചെടിയെല്ലാം ആണെങ്കിൽ അങ്ങ് പടർന്ന മാതിരി, എന്ന് വെച്ചാൽ ഉണക്ക സമയത്ത് ഞാൻ വെട്ടി കളയാതിരുന്നതാണ്. ആ സമയത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ വെട്ടി കളയുമ്പോഴത്തേക്ക് ചിലപ്പോൾ മൊത്തവും കൂടെ അങ്ങ് വാടിപ്പോവേ. അതുകൊണ്ട് ഞാൻ അന്നേരം ഒന്നും വെട്ടാതെ നിന്നു. ഇനിയിപ്പോൾ മഴയൊക്കെ അങ്ങോട്ട് ചെറുതെ മഴക്കാലത്തിൻ്റെയൊക്കെ ഒരു സിറ്റുവേഷനൊക്കെ ആയി വരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നാലും ഉച്ച കഴിയുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും മഴയുണ്ട്. അപ്പോൾ അത് നല്ല മഴയാണ്, ചെറിയ മഴയൊന്നുമല്ല, നല്ല മഴയാണ് പെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കമ്പൊക്കെ വെട്ടി വിട്ടാലും കുഴപ്പമില്ലാതെ വാടിപ്പോകാതൊക്കെ നിന്നോളും. അങ്ങനെ ഗന്ധരായൻ്റെ കമ്പായിരുന്നു ചൂട് ചേർന്നിങ്ങനെ നിൽക്കുന്നത്. അതിനകത്ത് എന്നതിലൊക്കെ ഈ മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് വല്ലതൊക്കെ കയറി ഇരുന്ന് അറിയത്തില്ലേ, ചൂടൊക്കെ അതുപോലെ കാട് പിടിച്ച് കിടന്നാലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ചെടിയെല്ലാം പടർന്ന് കിടക്കുന്ന ചെടിയുടെ എല്ലാം ചുവടെല്ലാം ഒന്ന് വെട്ടി എല്ലാം ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് എടുക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കഴിയുമ്പോൾ ഒത്തിരി കമ്പ് വെട്ടിക്കളയുണ്ടായിരുന്നു. അതെല്ലാം വെട്ടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മുറ്റമൊക്കെ നല്ല വൃത്തിയായി, എല്ലാം തൂത്തെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു. അപ്പം നമ്മുടെ ഈ ഗന്ധരാജൻ്റെ കമ്പൊക്കെ ഇങ്ങനെ വെട്ടി വന്നപ്പോഴാണ് ഇതിനകത്തും കിളിയൊക്കെ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. കിളിക്കുഞ്ഞൊക്കെ വിരിഞ്ഞ് പോയതെന്ന് തോന്നുന്നു, കൂടൊക്കെ പഴകിയിരിക്കുന്നു. അപ്പം അങ്ങനെ മുറ്റം എല്ലാം ഒന്ന് വൃത്തിയാക്കി, ചെടിയെല്ലാം ഒന്ന് വൃത്തിയാക്കി, എല്ലാത്തിനും വളമൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പം മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.